കഥകളി രംഗത്ത് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ആയിട്ടുള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ അതിഥികളായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം സർവശ്രീ കലാമണ്ഡലം രാജശേഖരൻ, കലാമണ്ഡലം ശ്രീകുമാർ, ഏറ്റുമാനൂർ കണ്ണൻ. കഥകളി രംഗത്തെ സാറിൻ്റെ സഹപ്രവർത്തകരെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് സാറിൻ്റെ പ്രായമുള്ള ആൾക്കാരായിരിക്കും. അദ്ദേഹം വന്നില്ലേ? പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ, വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഏത് കാലഘട്ടത്തിലാണ് കൂടെ പ്രവർത്തിക്കുന്നവരാണ്? ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? അല്ല, അങ്ങനെയല്ല. ബന്ധം തുടങ്ങിയെന്ന് വെച്ചാൽ ഈ 2-3 വർഷം മുമ്പ് ഞാൻ കരപ്പുറത്ത് ഒരു ക്ഷത്രിയ ക്ഷേമ സഭയുണ്ട്. എൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കണം. മറ്റ് കലകളേക്കാൾ ഞങ്ങൾ പ്രാമുഖ്യം കൊടുത്ത് നാടൻ കലകൾ, നമ്മുടെ തിരുവാതിരകളി, അങ്ങനെയൊക്കെയുള്ള കളി ഒക്കെയാണ് കൊടുത്തത്. കൂട്ടത്തിൽ കഥകളിക്കും അപ്പം ഞങ്ങൾ തന്നെ അഭിനയിക്കണം എന്നൊരു ഇത് വന്നപ്പോൾ ഞാനും അനിയും കഥകളി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രീകുമാറിനെ വിളിച്ചു. എന്താ നമുക്ക് ചെയ്യാൻ? കാരണം അനിയൻ്റെ മകളെയും ശ്രീകുമാർ കഥകളി പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇങ്ങനെ ശ്രീകുമാർ ആലോചിച്ച് മാലി മാധവനാരുടെ ഒരു കർണശബ്ദമുണ്ട്. കൊച്ചു ഇതാണ്, മലയാളമാണ്, എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അതിൽ കുന്തി കണ്ണനെ കാണാൻ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് മാത്രം മതി. സാറിനാണെങ്കിലും വയ്യ, രണ്ടുപേരും ഞാനാണ് ഇരുന്നാടിയാൽ മതി. ഇഷ്ടം വലിയ കഠിനമായ കലാശങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്ത് ഞാൻ കുന്തിയായിട്ടും അനിയൻ കണ്ണനായിട്ട് വേഷം കിട്ടി. അതാണ് ഈ വളരെ നാളിന് ശേഷം. ഇതിനു മുമ്പ് ഞാൻ വേഷം കിട്ടിയിട്ടുണ്ട്, അതൊക്കെ പിന്നെ നിന്നുപോയി. ഇതാണ് തുടക്കം. വന്ന് കലാമണ്ഡലം ശ്രീകുമാറാണ് വന്ന് പഠിപ്പിച്ചത്, ഞങ്ങളെ പര്യാപ്തരാക്കിയത് എന്നെയും. അപ്പോൾ അതൊക്കെ ചൊല്ലി അടുത്തുനിന്ന് ഒരു 1-2 ആഴ്ച റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാമതും ഈ രംഗത്തേക്ക് രണ്ടാമത്തെ തുടക്കം. അനിയന് ഞാനും കൂടെ 2-3 സ്റ്റേജ് വേഷം കിട്ടുള്ളൂ. വേറൊരു കാര്യം, സാറിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയം നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പണ്ട് സാറ് വേഷം കിട്ടിയത് നമ്മൾ കണ്ടിട്ടേ ഇല്ല. അതിൻ്റെ ഒരു നമുക്ക് അന്നത്തെ വീഡിയോ ഒന്നും കിട്ടാനും ഇല്ല. അപ്പോൾ സാറ് കൂടെ കെട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയായിരിക്കും സാറിൻ്റെ ഒരു സമീപനം എന്നുള്ളത്. പക്ഷേ കുന്തിയായിട്ട് കഥകളിയെ സംബന്ധിച്ച് താരതമ്യേന ലോകധർമ്മിത്വം കൂടിയതാണ് ഈ സ്ത്രീ വേഷങ്ങൾ എന്ന് പറയുന്നത്, പുരുഷവേഷങ്ങളേക്കാൾ. അപ്പോൾ എങ്കിലും അതിനകത്ത് തന്നെ സാറ് ചില നിമിഷങ്ങളിൽ കൊടുക്കുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ഇത് എക്സ്പ്രഷനൊക്കെ പ്രത്യേകം നമ്മളന്ന് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കഥകളി ആയാലും നാടകമായാലും, നാടകത്തിൽ നിന്ന് വന്നു, സിനിമയിൽ വന്നു, അത് ഏതായാലും ഒരു കഥാപാത്രങ്ങളായിട്ടുള്ള പരിചയം നല്ലോണമുള്ള ആളല്ലേ. അപ്പോൾ കുന്തിയും കണ്ണനുമായിട്ടുള്ള അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഒരു പോലീസ് ഓഫീസറായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും പഴക്കമുള്ള ആ ഒരു ഭാവമൊന്നും അദ്ദേഹത്തിന് ഒരിക്കലും ഒരു രംഗത്തോ അല്ലെങ്കിൽ അണിയറയിലൊന്നും ഒരിക്കലും ഇല്ല. വളരെ സാത്വികനായിട്ട് എല്ലാവരോടും വളരെ വിനീതമായ പെരുമാറ്റവും നല്ല ഒരു സഹൃദയനും കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഈ കഥാപാത്രങ്ങളുടെ വിജയത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന് സഹായിച്ചിട്ടുണ്ടെന്ന് വേണം. കുന്തി തിരഞ്ഞെടുത്തതും ഒരു പ്രധാനപ്പെട്ട സംഗതി. കാരണം ഇത് വന്ന് പറഞ്ഞപ്പോൾ ധർമ്മസങ്കടത്തിലായ ഞാനാണ്. കാരണം എന്ത് വേഷം ഞാൻ ഇത് സെലക്ട് ചെയ്യും? എന്നോട് പറഞ്ഞു എന്തായാലും ഇത്ര ദിവസമേ ഉള്ളൂ, ആ ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വേഷം കെട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ഞങ്ങളുടെ അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഞങ്ങൾ അയൽവാസികളാണ്. പിന്നെ സാറിനെ നേരത്തെ പരിചയമുണ്ട്. ഞാനാകെ ഒരു ഭയങ്കരമായിട്ടൊരു അങ്കലാപ്പിലായി. അവസാനം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയാണ്, ഇങ്ങനെ ഒരു വേഷം ചെയ്യാം. അപ്പോൾ സാറിൻ്റെ അത് ഈ കലയോടുള്ള ഒരു അഭിനിവേശത്തിൽ എനിക്ക് പറ്റുമോ ശ്രീകുമാറേ അത് എന്നാണ് എടുത്ത് ചോദിച്ചത്. എന്നോട് ചോദിച്ചതാണ്, എനിക്ക് പറ്റുമോ? എനിക്ക് കണ്ണിന് ഏതോ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ആരോഗ്യത്തിന് പ്രശ്നമുണ്ട്, ഇതൊക്കെ ഞാൻ ധൈര്യമായിട്ട് ഞാൻ ഏറ്റെടുത്താൽ അത് കൃത്യമായിട്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞ് കൃത്യമായിട്ടും തിരുവനന്തപുരത്തുനിന്ന് അവിടെ വന്ന് ചേർത്തലയിൽ വന്ന് ഞാൻ പറയുന്ന ദിവസം സാറിൻ്റെ സമയത്തിനല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്, എൻ്റെ സമയത്തിന് സാറ് വന്ന് അവിടെ വന്ന് അത് പഠിച്ച് അത് അരങ്ങത്ത് അവതരിപ്പിച്ചു. ആദ്യമായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ
ആണ് എനിക്ക് സമാധാനമായത്. സാറിൻ്റെ പേര് ഒരു ശരിക്കൊരു വൈരുദ്ധ്യമുണ്ട്. ഇപ്പോൾ സാറ് ഗൗരവക്കാരനായ പോലീസ് ഓഫീസറായിരുന്നപ്പോൾ ഇപ്പോൾ കഥകളി എന്ന് പറയുമ്പോൾ ഒരു സൗമ്യഭാവവും പ്രത്യേക ഒരു സാത്വിക ഭാവവും ഒക്കെ ഉള്ളു, പ്രത്യേകിച്ചും സ്ത്രീവേഷം കിട്ടും. ഈ വൈരുദ്ധ്യം സാറിൻ്റെ ജീവിതത്തിൽ വല്ലാത്ത അത്ഭുതം എനിക്ക് സാറിനെ നോക്കി കാണുമ്പോൾ സാറിൻ്റെ പെരുമാറ്റത്തിലും ഉണ്ട്. സാർ എന്തൊരു വിനയത്തോടെയാണ് നമ്മളോട് പോലും സംസാരിക്കുന്നത്. ഞാൻ അപ്പോൾ സാറിൻ്റെ ആ വലിപ്പമാണ് ഞാൻ കാണുന്നത്. മിനുക്കിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്നോട് പറഞ്ഞു, ശ്രീകുമാരെ ആരാ മിനുക്കിക്കണേ? ശ്രീകുമാർ മിനുക്കിച്ചാൽ മതി. ഞാൻ പറയാം സാറേ എനിക്ക് കൈ വിറയ്ക്കും, ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും ഇത്തിരി കൂടി ഭംഗിയാക്കണ്ടേ സാറേ, നമുക്ക് ആരെങ്കിലും കൊണ്ട് ചെയ്യും, കുട്ടികൾ അവിടെ ഉണ്ടാവും, ഞാൻ സാറേ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ സാറ് ആദ്യമേ ചെന്ന് ആ കുട്ടിയുടെ കാല് തൊട്ട് എഴുതിട്ടായിരിക്കുന്നത്. ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്, ഒരാളും ചെയ്യാത്ത ഒരു കാര്യം. വളരെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ള ആ ഒരു ഭക്തി. പിന്നെ അത് തന്നെയല്ല, അരങ്ങത്ത് പോകുന്നതിന് മുമ്പ് ശ്രീകുമാർ മിനുക്കിച്ച ആ കുട്ടിയെ വിളിക്കൂ, ഒരു ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് അരങ്ങത്ത് പോകുള്ളൂ. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. തീർച്ചയായിട്ടും പങ്കിടാൻ പറ്റി ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വിശേഷം അങ്ങേപ്പോ വളരെ സന്തോഷം.